അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അടിപൊളി ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണുവാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. അടിപൊളി ഞണ്ട് റോസ്റ്റാണ്. ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ അറിയാത്ത കൂട്ടുകാർക്ക് വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് ആരും പറയില്ല കേട്ടോ. അത്രയ്ക്കും ഈസിയായി ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. ഞണ്ട് എപ്പോഴും നന്നായി ക്ലീൻ ചെയ്ത ശേഷം വേണം നമ്മൾ കുക്കിംഗ് തുടങ്ങുവാൻ. ഇല്ലെങ്കിൽ നമുക്ക് വയറുവേദനയും വയറിളക്കം പോലെയുള്ള രോഗങ്ങൾ വരും കേട്ടോ. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കുക്കിംഗ് തുടങ്ങുവാൻ കേട്ടോ. അങ്ങനെ 1 കിലോ ഞണ്ടാണ് കേട്ടോ. അങ്ങനെ നന്നായി ക്ലീൻ ചെയ്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഞണ്ട് റോസ്റ്റ് റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ സബോള കുട്ടൻ അരിഞ്ഞത് പാകത്തിന് ചേർത്ത് കൊടുത്തു. പിന്നെ ചെറുള്ളി കുട്ടൻ അരിഞ്ഞതും ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായി അങ്ങോട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചേർക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ? തക്കാളി കുട്ടനെയാണ് കേട്ടോ. തക്കാളി കുട്ടൻ അരിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് തക്കാളി കുട്ടനൊക്കെ ചേർത്ത ശേഷം പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി അങ്ങോട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിന് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായി അങ്ങോട്ട് മുളകിൻ്റെ കുത്തൊന്ന് ഒതുങ്ങുന്നത് വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. പാകത്തിന് കറി മസാലപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായി അങ്ങോട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ പാകത്തിന് വെള്ളവും ചേർത്ത് മൂടി വെച്ച് വേവിക്കുക കേട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ. എന്നിട്ട് നന്നായി അങ്ങോട്ട് മിക്സ് ആക്കി കേട്ടോ. അതിനുശേഷം പാകത്തിന് വെള്ളവും ഒഴിച്ച് മൂടി വെച്ച് വേവിക്കാൻ വെച്ച് കൊടുത്തു. അതിനുശേഷം ഞണ്ടൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അല്പം ചെറുനാരങ്ങയും പിഴിഞ്ഞു കൊടുത്ത് നല്ല രുചികരമായ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണുവാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഇനി അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരാം. ബൈ.